ഏകദേശം 150 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവ കഥയാണ് കേട്ടോ. ഈ കഥ പറയാനായിട്ട് ഞാൻ പല പ്രാവശ്യം എടുത്ത് പറഞ്ഞ് പകുതിയാവുമ്പോഴേക്കും നമുക്ക് സന്തോഷം കൊണ്ടാണോ എന്താണെന്നറിയില്ല, നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, സങ്കടം വരും. എന്നിട്ട് എനിക്കത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഇത് നീണ്ടു പോയത്. അവസാനം 2 ഭാഗമായിട്ട് കുറച്ച് ഭാഗം പറഞ്ഞ് നിർത്തി. അതിന് ശേഷമാണ് ഞാൻ അടുത്തത് പറഞ്ഞത്. അങ്ങനെ അത്രയും എന്താ പറയുക, മനസ്സിൽ നമുക്ക് കൃഷ്ണഭക്തർക്ക് കേട്ടോ, ഭക്തരായ ആളുകളോട് ആണ് എനിക്ക് പറയാനുള്ളത്. അല്ലാത്തവർക്ക് അതിന് വലിയ അത്ഭുതം ഒന്നും തോന്നില്ല. പക്ഷേ ഭക്തിയുള്ളവരോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കൃഷ്ണഭക്തർക്കോ ഇത് ആ മനസ്സിൽ തട്ടിയാൽ അത്രയും എന്താ പറയുക, സന്തോഷം കൊണ്ടുള്ള സങ്കടവും ഒക്കെ വരുന്നൊരു കഥയാണിത്. ശ്രീകൃഷ്ണൻ്റെ പരമഭക്തനായ ഒരു പരമാത്മാവിന് കുഞ്ഞുനാൾ മുതൽ ബദരീനാഥനെ കണ്ടു തൊഴാൻ അതിയായ ആഗ്രഹമുണ്ടായി. ജീവിത പ്രാരാബ്ധങ്ങൾ കാരണം അത് നടക്കാതെയും പോയി. അപ്പോഴും ഭക്തിയിൽ ഒരു കുറവും വന്നില്ല. ജീവിതത്തിലെ അവസാന സമയങ്ങളിൽ വാർദ്ധക്യത്തിലേക്ക് കടന്ന ആ സമയം അദ്ദേഹം ബദരീനാഥനെ കാണാനുള്ള ആഗ്രഹം സാധിക്കാൻ തന്നെ തീരുമാനിച്ചു. അദ്ദേഹം ബദരിയിലേക്ക് യാത്ര തിരിച്ചു. ധാരാളം നടന്ന് ക്ഷീണിച്ച് ദിവസങ്ങളോളം ഭക്ഷണമൊന്നും കഴിക്കാതെ ഒരുപാട് ദിവസങ്ങൾ നടന്നിട്ടാണ് അദ്ദേഹം അവിടെ എത്തിയത്. ഒടുവിൽ അദ്ദേഹം ബദരിയിൽ എത്തിച്ചേർന്നു. എന്നാൽ ക്ഷേത്രത്തിന് മുന്നിലെത്തിയപ്പോൾ നട അടച്ചിറങ്ങുന്ന പൂജാരിയാണ് കണ്ടത്. അദ്ദേഹത്തിന് വളരെയധികം വിഷമം തോന്നി. അദ്ദേഹത്തെ കണ്ട പൂജാരി എല്ലാം ചോദിച്ചറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അല്പം കൂടി മുന്നു വന്നിരുന്നെങ്കിൽ ദർശനം കിട്ടിയേനെ. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, നട അടച്ചിരിക്കുന്നു. ഇനി തുറക്കുന്നത് 6 മാസങ്ങൾക്ക് ശേഷമാണ്. ഇവിടുത്തെ ആചാരം അതാണ്. അത് മാറ്റാൻ സാധ്യമല്ല. നിങ്ങൾ തിരികെ പോയി 6 മാസങ്ങൾക്ക് ശേഷം വരാൻ. ഇത് കേട്ടതും ആ ഭക്തൻ പൊട്ടിക്കരഞ്ഞു. ഞാനിനി തിരികെ പോയാലും 6 മാസങ്ങൾക്ക് ശേഷം തിരികെ വരാൻ കഴിയില്ല. എൻ്റെ വാർദ്ധക്യം കാരണം എൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. ഇനിയും 6 മാസം കഴിഞ്ഞുള്ള ഭഗവത് ദർശനം വ്യാമോഹമാണ്, ഒരിക്കലും നടക്കില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പൂജാരിക്ക് അങ്ങേയറ്റം വിഷമമുണ്ടാക്കിയെങ്കിലും ആചാരാനുഷ്ഠാനങ്ങൾ മാറ്റാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം നിസ്സഹായനായിരുന്നു. വിഷമിക്കേണ്ട, എന്തായാലും 6 മാസങ്ങൾക്ക് ശേഷം വരാൻ ശ്രമിക്കും. തീർച്ചയായും അന്ന് ദർശനം ലഭിക്കും. ബദരീനാഥൻ അനുഗ്രഹിക്കും. അതും പറഞ്ഞ് പൂജാരി വിഷമത്തോടെ തിരികെ പോയി. ആ പരമഭക്തൻ വിഷമം താങ്ങാനാവാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നടയിൽ ബോധരഹിതനായി വീണു. ആ സമയം ആ വഴി വന്ന ഒരു ഇടയ ബാലൻ ഇത് കാണാനിടയായി. അവൻ അദ്ദേഹത്തെ താങ്ങിയെടുത്തു അടുത്തുള്ള ഗുഹയിലെത്തിച്ചു. മുഖത്ത് വെള്ളം തളിച്ചുണർത്തി. എന്നിട്ട് എല്ലാ വിവരങ്ങളും ചോദിച്ചു മനസ്സിലാക്കി.